രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പോലും എൽഡിഎഫ് ഭയപ്പെടുകയാണെന്ന് രമേശ് ചെന്നിത്തല. രാഹുലിന്റെ സാന്നിധ്യവും യുഡിഎഫിന്റെ മുന്നേറ്റവും കണ്ട് പരാജയം ഉറപ്പിച്ചതിനാലാണ് എൽഡിഎഫ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് എൽഡിഎഫും ബിജെപിയുമാണെന്ന പ്രചാരം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യുഡിഎഫ് മാനന്തവാടി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. മുഖ്യമന്ത്രിയും എൽഡിഎഫ് നേതാക്കളും നിരന്തരം അനാവശ്യമായി രാഹുലിനെ വിമർശിക്കുമ്പോൾ മോദി, അമിത് ഷാ എന്നിവരെ വിമർശിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ പേര് പറയാൻ പോലും ഭയപ്പെടുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ. നരേന്ദ്രമോദി എന്നൊരു വാക്ക് ശരത്കുമാർ ഉണ്ടല്ലോ, നിയമസഭയ്ക്കകത്തോ പുറത്തോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറയില്ല, അമിത്ഷായുടെ പേര് പറയില്ല. പേര് പറയാൻ പോലും അദ്ദേഹത്തിന് ഭയമാണ്. എല്ലാ മേഖലകളും തകർത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട എൻഡിഎ സർക്കാരിനെ താഴെയിറക്കി ഇന്ത്യ മുന്നണിയെ ഭരണത്തിലെത്തിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവശ്യം. മതവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ വികാരം ആളിക്കത്തിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. പരാജയം മുന്നിൽ കണ്ടും ആത്മവിശ്വാസമില്ലാത്തതിനാലുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനങ്ങളില്ലാത്തവരെ ബിജെപിയിൽ നിർബന്ധിച്ച് ചേർക്കാൻ നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊണ്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വീണ്ടും തയ്യാറായത്. അത്രമാത്രം ഈ നാട്ടിലെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തയ്യാറായത്. പൗരത്വ ഭേദഗതിയുടെ പേരിൽ CPM മുതലക്കണ്ണീർ ഒഴുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. UDF ചെയർമാൻ അഡ്വക്കേറ്റ് NK വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി, KC ജോസഫ്, AP അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.